നിങ്ങളുടെ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളതായി നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുട്ടിയുടെ ടീച്ചർ, അതല്ലെങ്കിൽ പ്രിൻസിപ്പൾ, അങ്ങനെ ആരെങ്കിലും? അതല്ലെങ്കിൽ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളതായി നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ? എല്ലാത്തരം പഠന പ്രശ്നങ്ങളും ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യമല്ല. ചിലപ്പോഴൊക്കെ അത് ലേണിംഗ് ഡിഫിക്കൽട്ടി മാത്രമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് ലോബും റൈറ്റ് ലോബും തമ്മിലുള്ള വലിപ്പ വ്യത്യാസം അനുസരിച്ച് നമുക്ക് ചില കാര്യങ്ങൾ താല്പര്യമുണ്ടാവും, ചില കാര്യങ്ങൾ താല്പര്യക്കുറവുണ്ടാവും. ചില വിഷയങ്ങൾ നമ്മൾ മിടുക്കരാകും, ചില വിഷയങ്ങൾ മോശക്കാരാകും. അതൊന്നും ലേണിംഗ് ഡിസബിലിറ്റി അല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് മാത്തമാറ്റിക്സിൽ എപ്പോഴും ഏറ്റവും മാർക്ക് കുറവുള്ളത് മാത്തമാറ്റിക്സിലായിരുന്നു. കണക്ക് എനിക്ക് ഡിഫിക്കൽട്ടായിരുന്നു. അത് ഒരു തരത്തിൽ പറഞ്ഞു ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനതിനെ മറികടന്നിരുന്നത് ഹാർഡ് വർക്ക് കൊണ്ടും നമ്മുടെ ഒരു വാശി കൊണ്ടുമാണ് അതിനെ മറികടന്നിരുന്നത്. പക്ഷേ ഇത് ലേണിംഗ് ഡിഫിക്കൽറ്റി ആണെന്ന് ഞാനോ എൻ്റെ ടീച്ചർമാരോ ആ കാലത്ത് മനസ്സിലാക്കിയിട്ടില്ല. അതിനുശേഷം പഠനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, അതായത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന കാലത്ത്, അപ്പോഴാണ് ഞാൻ ശരിയായിട്ട് മനസ്സിലാക്കുന്നത് എനിക്കിത് വെറും ലേണിംഗ് ഡിഫിക്കൽറ്റി ആയിരുന്നില്ല, ഒരു ലേണിംഗ് ഡിസബിലിറ്റി തന്നെ ആയിരുന്നു എന്നത്. കാരണം വളരെ കോറായിട്ടുള്ള മാത്തമാറ്റിക്സ് പേപ്പേഴ്സ് ക്രാക്ക് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് കുറച്ചും കൂടെ അറിവ് വർദ്ധിച്ചൊരു സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐ ഹാവ് എ റിയൽ ലേണിംഗ് ഡിസബിലിറ്റി ഇൻ മാത്തമാറ്റിക്സ്. അന്ന് ഞാനതിനെ മറികടന്നിരുന്നത് എക്സാം എഴുതാനുള്ള ചിലതരം സ്ട്രാറ്റജികൾ കൊണ്ടും എക്സാമിൽ സ്കോർ ചെയ്യാനുള്ള നമ്മുടേതായ ചില രീതികൾ കൊണ്ടുമാണ് അക്കാലത്ത് ഞാനതിനെ മറികടന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇത്തരം അവസ്ഥകളെ നേരിടേണ്ടത്? ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന അവസ്ഥ ഒരു പക്ഷേ ഒരു നല്ല സബ്ജക്റ്റ് ടീച്ചർക്ക് നിങ്ങളെ ഒരു പരിധി വരെ സഹായിക്കാൻ പറ്റിയേക്കും. പക്ഷേ ഇക്കാലത്ത് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച ഇത്തരം കാര്യങ്ങളിൽ വളരെ പുരോഗതി നേടിയിട്ടുള്ള ഈ കാലത്ത് ഒരു സൈക്കോളജിസ്റ്റും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും ചേർന്നൊരു കോമ്പിനേഷനായിരിക്കും ആ സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കാൻ പറ്റുക. ആ സാഹചര്യത്തിൽ ലേണിംഗ് ഡിഫിക്കൽറ്റി മറികടന്നാൽ പിന്നെ അത് ഒരിക്കലും ഒരു ലേണിംഗ് ഡിസബിലിറ്റിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ഇക്കാലത്ത് ചെയ്യേണ്ടത്. ഇത്തരം ഒരു സപ്പോർട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ കൊടുക്കുന്ന ഒരു ഇൻപുട്ടായിരിക്കും ഏറ്റവും നിർണായകം അവരുടെ മുന്നോട്ടുള്ള ഒരു യാത്രയിലേക്ക്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, നിങ്ങൾ ഈ ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അത് ഏർലി സ്റ്റേജസിൽ മറികടന്നേ പറ്റൂ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ല. കോർ സബ്ജക്ട്സിൽ ഓപ്ഷൻസ് ഇല്ല. എല്ലാ സബ്ജക്ട്സും ഒരു സദ്യ പോലെയാണ്. ആ സദ്യക്കകത്ത് വിളമ്പുന്ന എല്ലാം നിങ്ങൾ കഴിച്ചേ പറ്റൂ. അതുപോലെയാണ് കോർ സബ്ജക്ട്സ് എല്ലാം കുട്ടികൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ മിനിമം ആ സ്റ്റേജ് മറികടക്കാനുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ആ സ്റ്റേജിൽ നിർബന്ധമായി കുട്ടികൾക്ക് കിട്ടുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമാണ് അവർക്ക് ലേണിംഗ് ഡിഫിക്കൽറ്റി മറികടക്കാൻ പറ്റുക. അത് മറികടന്നാൽ അതൊരിക്കലും ഒരു ലേണിംഗ് ഡിസബിലിറ്റിയിലേക്ക് എത്താതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്തരം സബ്ജക്ട്സ് വരുന്ന മേഖലകൾ തിരഞ്ഞെടുക്കാതെ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള, നമുക്ക് സ്ട്രെങ്ത് ഉള്ള സബ്ജക്ട്സ്, ഏരിയാസ്, ലിറ്ററേച്ചർ ആവട്ടെ, മാത്തമാറ്റിക്സ് ആവട്ടെ. നിങ്ങൾക്കൊരു ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന ലേണിംഗ് ഡിസബിലിറ്റിനെ നിങ്ങൾ ഒരിക്കലും മാത്തമാറ്റിക്സ് ഫിസിക്സ് സംബന്ധമായ കാര്യങ്ങൾക്കൊന്നും പോകാതിരിക്കുകയാണ് നല്ലത്. കാര്യം നിങ്ങൾക്ക് അത്തരം ജോലികളിലൊന്നും എക്സൽ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ വാക്കുകൾ, സാഹിത്യം, എഴുത്ത്, ഫോട്ടോഗ്രാഫി, അങ്ങനെ എന്തും ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു ഫീൽഡിൽ എക്സൽ ചെയ്യാൻ പറ്റുക. നിങ്ങളൊരു ഫീൽഡിൽ ജോലി ചെയ്യുന്നതും എക്സൽ ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടാവും. ഇത് തീർച്ചയായിട്ടും ഒരു ഫീൽഡിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് അയാൾക്ക് സൂട്ടബിൾ അല്ലാത്ത ഒരു ഫീൽഡിൽ ചെന്നുപെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും അതിൽ നന്നായിട്ട് ശോഭിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് ലേണിംഗ് ഡിസബിലിറ്റികളിലേക്ക് പോകാതിരിക്കുക. ലേണിംഗ് ഡിഫിക്കൽറ്റി ആണെങ്കിൽ അത് മറികടക്കുക. ഇനി ലേണിംഗ് ഡിഫിക്കൽറ്റി മറികടക്കാൻ എന്താണ് മാർഗം? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു 5th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള രീതിയിലുള്ള ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പ്ലസ് സൈക്കോളജിസ്റ്റ് കോമ്പിനേഷനിൽ സപ്പോർട്ട് കൊടുക്കുക. അതിനെയാണ് ലേണിംഗ് സപ്പോർട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരു ലേണിംഗ് സപ്പോർട്ട് പ്രോഗ്രാം നിങ്ങൾക്ക് നല്ലൊരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഈവനിങ്ങിലോ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേയിലോ ഒക്കെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനാണെങ്കിൽ ഒരു സബ്ജക്റ്റിന്, 2 സബ്ജക്റ്റിനാണെങ്കിൽ 2 സബ്ജക്റ്റിന്, അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ആ രീതിയിൽ നമ്മൾ കുട്ടികളെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്കത് തീർച്ചയായിട്ടും വലിയ സഹായകരമായിരിക്കും. അതിന് നാളെ അവർ നിങ്ങളോട് നന്ദി പറയും.
അതുകൊണ്ട് കുട്ടികളെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അവരെ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഒരു അസസ്മെൻ്റ് എടുക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ എന്താണ് അതിൻ്റെ പരിഹാരം എന്നുള്ളത് നിർണ്ണയിക്കുകയും അവരെ തീർച്ചയായിട്ടും അത്തരം പ്രോഗ്രാമിന് അയക്കുകയും ചെയ്യണം. നമ്മൾ അവസാനത്തെ സ്റ്റേജിൽ കൊടുക്കുന്ന കോച്ചിങ്ങോ ഒന്നുമല്ല അവർക്ക് ഗുണകരമാവുക. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഈ ചെറിയ ചെറിയ കറക്ഷൻസാണ് അവരുടെ ഭാവിയെ നിർണ്ണയിക്കുക.